ഹായ് വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മൈസൂരിൽ നമ്മൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിറങ്ങുകയാണ്. അപ്പോൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മൾ ചെക്കൗട്ട് ചെയ്തിറങ്ങുകയാണ്. നമ്മൾ ആദ്യം ഇവിടെ തന്നെ മൈസൂർ സൂ കവർ ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ നാഗർകോള വഴി കോഴിക്കോട് വഴി പെരുമ്പാർക്ക് പോകാനാണ് താല്പര്യം. എത്ര ടൈമിൽ നമ്മൾ കോഴിക്കോട് എത്തും എന്നറിയില്ല. കോഴിക്കോട് എത്തുന്ന സമയം വെച്ചിട്ട് ബാക്കിയാണ് യാത്ര. ഇപ്പോൾ കോഴിക്കോട് എത്തുമ്പോൾ ഒരുപാട് ടൈം വഴുകുകയാണെന്നുണ്ടെങ്കിൽ നാളെ പോകത്തുള്ളൂ, അതല്ലെങ്കിൽ ഡയറക്റ്റ് പോകും. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി 120 രൂപയാണ് അഡൾട്ട് ടിക്കറ്റ് വരുന്നത്. അതുപോലെ തന്നെ 5 വയസ്സുള്ള കുട്ടികൾക്ക് വേറൊരു 60 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ അകത്ത് കയറിയായിരുന്നു. അപ്പോൾ പാർക്കിംഗ് നമുക്ക് കിട്ടാത്തതുകൊണ്ട് നമ്മൾ വണ്ടി കുറച്ച് മാറ്റി പാർക്ക് ചെയ്തായിരുന്നേ. അപ്പോൾ ഗിംബലും കാര്യങ്ങളായിട്ട് നമ്മൾ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഗിംബൽ അലൗഡല്ല എന്ന് പറഞ്ഞു. തിരിച്ചു കൊണ്ടു വയ്ക്കാൻ വേണ്ടിയിട്ട് റിട്ടേൺ വരേണ്ടി വന്നു. അങ്ങനെ ഗിംബൽ കുന്നു വെച്ചിട്ട് വീണ്ടും സൂവിലേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അവിടെ വൈഫും കുട്ടിയും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കി കാഴ്ചകൾ അകത്തേറിയിട്ട് കാണിക്കാം. എൻട്രൻസിനടുത്ത് തന്നെ നമുക്ക് ഈ മാപ്പ് കാണാം. ബേർഡ്സിൻ്റെ സെക്ഷനിൽ തുടങ്ങി ജിറാഫിൻ്റെ കാഴ്ചകളിൽ അവസാനിക്കുന്ന ഈ സൂവിൻ്റെ പല ഡിവിഷനെ ABCD എന്നിങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 4.5 കിലോമീറ്ററോളം നടന്ന് കാണാനുള്ള കാഴ്ചകളുണ്ട് മൈസൂർ സൂവിൽ. മാപ്പിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആദ്യത്തേത് ബേർഡ് സെക്ഷനാണ്. പക്ഷികളെ കണ്ടു കഴിഞ്ഞ ശേഷം നമ്മൾ പോകുന്നത് കാട്ടിലെ രാജാക്കന്മാരായ ഇരവിടിയന്മാരെ കാണാനാണ്. ഇവിടെ ഒരു സിംഹം റെസ്റ്റ് ചെയ്യേണ്ടിട്ടാ. തടയൊക്കെ മോശമാണ്, വയസ്സനാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് തിരിഞ്ഞ പുള്ളി കിടക്കണം. ഫേസ് കുറച്ചുകൂടി കാണാം. ഇനി പുള്ളി ഇങ്ങോട്ട് തിരിഞ്ഞെടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് കാണിച്ചേട്ടെ. ഇവിടെ 2 ഫീമെയിൽ ലൈൻ ഉണ്ട്. ഇതാണ് പുള്ളി ഇങ്ങോട്ട് നോക്കി കിടക്കാനുള്ള റീസൺ. സിംഹരാജനെ കണ്ടതിന് ശേഷം നമ്മൾ പോകുന്നത് കുറച്ച് ഗൊറില്ലാസിനെ ബബൂൺസിനെ കാണാനാണ്. ഇതിനുള്ളിൽ ഒരാൾ ഉറങ്ങണ്ടേ, കണ്ടോ? ഒരാളിൻ്റെ ഉള്ളിൽ ഉറങ്ങുന്നുണ്ട്. ചൂടൊക്കെ വേണ്ടായിരിക്കും. ഇന്ന് 2 വർഷം കൊണ്ട് ഇവിടെ നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് ഏരിയ കുറച്ചിട്ടുണ്ട്. നോർമലി നമ്മൾ ഈ ഗോറില്ലയുടെ ഈ ഏരിയയിലൊക്കെ എത്തുമ്പോഴത്തേക്കും ഒരുപാട് സമയം എടുക്കാറുന്നു. അവിടെ കുറച്ചുണ്ട്. അതുപോലെ തന്നെ കൂടുതലായിട്ട് ഇതുപോലെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് അനിമൽസിനെ കാണാൻ പറ്റും. മാത്രമല്ല കാണുന്ന വിഷ്വൽസ് ഒന്നും അനിമൽസിൻ്റെ അടുത്തൊന്നുമല്ല കേട്ടോ. നമ്മൾ നന്നായിട്ട് സൂം ചെയ്ത് കാലിലെടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത് അടുത്തായിട്ട് കിട്ടുന്നത്.
ചിമ്പാൻസീസ് ഇത്ര അടുത്ത് നമ്മുടെ ക്ലാസ് ഉണ്ടോ? ഇത്ര അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത കാഴ്ച എന്ന് പറയുന്നത് കുറച്ച് റൈനോസ് ആണ്. ഇവിടെ ഒരു ചീറ്റ കിടപ്പുണ്ടേ. റെസ്റ്റാ, ഒറ്റക്കുള്ളൂ എന്ന് തോന്നുന്നു. വേറെ ആരുമില്ല, ഒറ്റക്കുള്ളൂ. ഇവിടെ ഒരു ഒറാങ്ങൂട്ടാൻ്റെ ഡാൻസ് പ്രകടനമാണ്. ആഹാ, നല്ല പെർഫോമൻസ്. വരുന്നവരെല്ലാവരും ഹാപ്പി ആയിട്ട് പോയിക്കോട്ടെ. ഒരാളും കൂടി പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ. സ്ലോത്ത് ബെയറാണ്, ചെറിയ ബെയറാണ്. ഇവിടെ ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കംപ്ലീറ്റേ ഇത് ഹൈന എന്നാ പറയണേ. എന്താ കാര്യം, ആരോ ജസ്റ്റ് പോയപ്പോൾ ഇത് ഹൈനയെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് പോയതാണേ. ഇപ്പോൾ പുറകെ വരുന്നത്, അത് കേട്ട് പുറകെ വരുന്നവരെല്ലാം ഇത് ഹൈനാസാന്നാണ് പറയുന്നത്. ഹൈനാസ് അല്ല കേട്ടോ, ജാക്കൽസാണേ. അന്ന് എന്തായാലും നല്ല വീട്ടില്ല. ഇവിടെ ഒരാൾ ബാക്ക് സൈഡിൽ നിന്ന് കിട്ടിയുണ്ട്. ഹാപ്പിയാണ് ആള്. ഇവിടെ ജലതരംഗിണി എന്ന് പറഞ്ഞിട്ടൊരു വാട്ടർ ഫൗണ്ടൈൻ ഉണ്ട്. ഇതിപ്പോൾ ആക്റ്റീവ് അല്ല. സീസണിലൊക്കെ ആകുമ്പോൾ ആൾക്കാർക്കുള്ളപ്പോൾ എന്തെങ്കിലും ഫെസ്റ്റിവൽ ഡേയ്സിലോ സ്പെഷ്യൽ ഡേയ്സിലൊക്കെ ഇത് ഓപ്പൺ ആക്കുള്ളൂ. ഇപ്പോൾ ഇത് ആക്റ്റീവ് അല്ല. കുറച്ച് ഫോട്ടോസീനിക് ആയിട്ടുള്ള ഏരിയ ആണ്. ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കാം. അതുപോലെ ഇവിടെ ഒരുപാട് കൺസ്ട്രക്ഷൻ വർക്ക്സ് നടക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഈ ഡിസൈനൊക്കെ പുതിയതായിട്ട് പോകുന്നവർ വെച്ചേക്കണേ. ഇവരൊക്കെ ഒരുപാട് കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ഉണ്ട്. ഇതൊക്കെ മെയിനായിട്ട് കരടിക്കുള്ളതായിരിക്കും. ഒരു ഓപ്പൺ ഏരിയ വേണമല്ലോ കരടിക്കുള്ളത്. അതോ അല്ലെങ്കിൽ ഇവിടെ നേരത്തെ ദോലുണ്ടായിരുന്നു, കാട്ടുപട്ടി വൈൽഡ് ഡോഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളതായിരിക്കാം. എന്തായാലും ആ കൺസ്ട്രക്ഷൻസ് കൂടെ നടക്കുന്നുണ്ട്. നിങ്ങൾ അടുത്ത തവണ വരുമ്പോഴത്തേക്കും ഇതൊക്കെ കൺസ്ട്രക്ഷനൊക്കെ തീർന്ന് കൂടുതൽ അനിമൽസിനെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹൈനയാണ്. ആൾ റെസ്റ്റ് എടുക്കാമെന്ന് തോന്നുന്നു. സ്ട്രിപ്പഡ് ഹൈനയാണ്. നമ്മൾ ലിയോ സിനിമയിലൊക്കെ കാണുന്നില്ലേ, സ്പോട്ടഡ് ഹൈനയാണ്. ഇത് സ്ട്രിപ്പഡ് ഹൈനയാണ്. സ്പോട്ടഡ് ഹൈനസിന് സ്ട്രിപ്പഡിനെ വെച്ച് കുറച്ചുകൂടി വലിപ്പം ഉണ്ടാവും. ആഫ്രിക്കൻ എലഫൻ്റാണ്. പുള്ളി അങ്ങോട്ട് തിരിഞ്ഞായിരിക്കുന്നത്. വലിയ ചെവി കേട്ടോ, നല്ല സൈസ് ചെവിയാണ് പുള്ളിയുടെ. ഒന്നിങ്ങോട്ട് തിരിയാണെങ്കിൽ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാമായിരുന്നു. ഇത് കൊമ്പൊക്കെ എന്ത് വലിയ കൊമ്പാണെന്നൊക്കെ. വയസ്സനാനയാണ് കേട്ടോ, കുറച്ച് പ്രായമുണ്ട് ആൾക്ക്. ഈ കാണുന്ന ഐറ്റം കേട്ടോ നീലക്കാളാന്ന് പറയുന്നത്. കണ്ട അതിനൊരു നിറം കണ്ട, ഈ നിറം കൊണ്ടൊക്കെ കണ്ട് വിളിക്കുന്നത്. സത്യത്തിന് കാളയായിട്ട് യാതൊരു ബന്ധമില്ല. ഒരു വ്യത്യസ്തമായൊരു അനിമലാണേ. നല്ല ഭംഗിയുടെ അതിനെ കാണാൻ.
നമ്മൾ കണ്ട ആപ്പിക്ക് നിൽക്കുന്നതാണ്. പുള്ളി ഇപ്പോൾ നിങ്ങൾ ഫേസ് നിൽക്കുന്നുണ്ട്. അത് കണ്ടൊന്ന് വീഡിയോ എടുക്കാൻ വ്യത്യാസമല്ല. എൻ്റെ പുള്ളി നമ്മുടെ നാട്ടിൽ ആലോചിച്ചു. നമ്മളിവിടെ കാണാൻ വന്ന മെയിൻ ആയിട്ടുള്ള ഐറ്റം നമ്മുടെ അവിടുത്തെ സൂകളിലൊന്നും ഇല്ലാത്തൊരു ഐറ്റാണ്. അതായത് അവിടെ ബാക്കിൽ പൊക്കമുണ്ട് ആ കെട്ടിടത്തിൽ നോക്കി. അതിൻ്റെ എത്രത്തോളം ഹൈറ്റ്, അതിൻ്റെ എത്രത്തോളം ഹൈറ്റ് ഉണ്ട് ജിറാഫിന് നോക്കി. ഇങ്ങനെ വരുമ്പോഴാട്ടോ ശരിക്കും ജിറാഫിൻ്റെ ഹൈറ്റ് എന്താണെന്ന് മനസ്സിലാവുന്നത്. ഇവിടെ ആ ഒരു വിസിറ്റോട് കൂടി ഇവിടുത്തെ മെയിനായിട്ടുള്ള കാഴ്ചകളെല്ലാം അവസാനിക്കുകയാണ്. പിന്നെ എക്സിറ്റ് നമുക്ക് സൂ വിടാം. സൂവിലെ കാഴ്ചകൾ ഇത്രേ ഉള്ളൂ. നല്ലപോലെ ടയർഡായി. ന്യായമായിട്ട് ദൂരം നടക്കാനുണ്ട്. 3-3.5 കിലോമീറ്റർ ഓൾമോസ്റ്റ് നടക്കാനുണ്ട്. അപ്പോൾ നടന്ന് നമ്മൾ വേണ്ടേ തൊണ്ടയിലെ വെള്ളമൊക്കെ പറ്റി. ഇനി പതുക്കെ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ഇതാണ് നമ്മുടെ എക്സിറ്റ് വന്നത്. എന്നിട്ട് ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ പറഞ്ഞ നാഗർകോവിൽ റൂട്ട് വഴി നേരെ നമുക്ക് റിട്ടേൺ പിടിക്കണം. നമ്മൾ മൈസൂർ സിറ്റിയിൽ നിന്ന് ഈ നീൽഗിരി റോഡിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കിവിടെ CNG കിട്ടും കേട്ടോ. പെട്ടെന്ന് തന്നെ CNG കിട്ടും. അപ്പോൾ ഈ റൂട്ട് വരുന്ന CNG ആവശ്യമുള്ള ആൾക്കാരെല്ലാം ഉണ്ടെങ്കിൽ ഇവിടുന്ന് CNG അടിച്ചിട്ട് പോകാം. ഇവിടെ ഈ മൈസൂർ സിറ്റിയിൽ മൊത്തേ മലഞ്ചീവീടുകളുടെ കരച്ചിൽ കേൾക്കാം. മലഞ്ചീവീടിൻ്റെ കരച്ചിലാണ് നല്ല രസമൊക്കെ നിൽക്കാൻ. ഇനി ഇവിടുന്ന് അടുത്തൊരു മലയാളി ഹോട്ടലുണ്ട്, മലയാളി ഹോട്ടൽ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് നാടൻ ഭക്ഷണം കിട്ടും, ചോറൊക്കെ കിട്ടും. അപ്പോൾ അത് കഴിച്ചിട്ട് നമുക്ക് നേരെ നാഗർകോവിൽ പിടിക്കാം. നമ്മളെ ഫുഡിലേക്ക് വന്നിട്ടേ കേരള ഫുഡ് ഫുഡ് ഗ്യാസിന് അപ്പോൾ വന്ന വഴിക്ക് നമുക്ക് റെസ്റ്റോറൻറ്റ് മാത്രമല്ല, ഇത് റൂംസുണ്ട്. തപ്പി നടക്കുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കയറാം. ഒരു 15 കിലോമീറ്ററാണ് ഓൾമോസ്റ്റ് ട്രാവൽ ചെയ്തിട്ടുള്ളൂ. ഇപ്പോഴും 4 മണിയായി. 4 മണിയായിട്ട് നമ്മൾ മൈസൂരിൻ്റെ ഔട്ടർ വിട്ടിട്ടില്ല. ഇനി ഇവിടുന്ന് നമുക്ക് നേരെ പോകണം. നമ്മളങ്ങനെ നാഗർകോവിൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ വണ്ടി നമ്പറും ഡീറ്റെയിലൊക്കെ കൊടുക്കണം. നമുക്ക് 20 രൂപ ഫീ അടിച്ച് കഴിയുമ്പോൾ ഒരു എൻട്രി ടിക്കറ്റ് തരും. അതിലവർ ടൈം നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു നിശ്ചിത സമയത്തുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്ഥലം പാസ് ചെയ്യണം. ചെക്ക് പോസ്റ്റ് അപ്പുറത്ത് ബാവലി ചെക്ക് പോസ്റ്റ് പാസ് ചെയ്യണം. അതിൽ ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും പോവാം. ബാവലി ചെക്ക് പോസ്റ്റ് കഴിയുമ്പോഴേ ഉള്ളൊരു ചെറിയ ചായക്കട അടച്ചാണ്ട് അവർ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അടുത്ത പ്ലാൻ എന്തായാലും നെയ്റ്റി വഴി ഒന്ന് പാസ് ചെയ്യലാണ്. 9 മണിക്ക് ഈ ചെക്ക് പോസ്റ്റ് അടയ്ക്കും. അപ്പോൾ അതിന് മുമ്പ് ഒരു ദിവസം ഈ വഴി ഒന്ന് പാസ് ചെയ്ത് പോകണം. ഇതൊരു വെറൈറ്റി സ്നാക്സ് കേട്ടോ, ബിസ്ക്കറ്റ് പുരി. കുട്ടിയിൽ ഏതൊരു ബിസ്ക്കറ്റൊക്കെ വെച്ചിട്ട് ഒരു പുരി. ഈ ട്രിപ്പിൽ നമ്മുടെ വനയാത്ര അവസാനിച്ചു. ഇത് ബാവലോടി കഴിഞ്ഞതോടെ നമുക്കിനി വല്ല ഫോറസ്റ്റ്
സൈറ്റ്സ് ഒന്നും കിട്ടാനില്ല. നമ്മളിപ്പോൾ ഈ വഴി നേരെ പെരുമ്പാവൂർക്ക് വിടണം. നമ്മളിപ്പോൾ ഈ വഴി നേരെ താമരശ്ശേരി ചുരം ഇറങ്ങുകയാണ്.